റൗണ്ടിൽ അടുത്തതായി എത്തുന്നു കാതറിൻ ഫ്രം തൃശൂർ. ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടാണ് വരുന്നത്. കല്യാണം വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ 2 തുളസിമാല, ഒരു താലി, ഇത്രയും പോകുന്നൊരു ചരട്, കല്യാണം സെറ്റായി. നമ്മുടെ ഇപ്പോഴത്തെ പെൺപിള്ളേരുണ്ടല്ലോ, ഓരോ പൂവിൽ വണ്ട് വന്നിരിക്കും പോണം, അങ്ങോട്ട് ഓരോ ആപ്പിൽ അങ്ങോട്ട് കയറിയിരിക്കും. എന്നിട്ട് തുടങ്ങും പ്രണയം, പിന്നെ തേപ്പ്, പിന്നെ ഒളിച്ചോട്ടം, അങ്ങനെ അങ്ങോട്ട് പോവും. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ പിള്ളേരുണ്ടല്ലോ, ന്യൂജൻ പിള്ളേർ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബാധ്യത കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ചെലവ് ചുരുക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയെടുക്കുക. ഇതിൻ്റെ വൻ നഷ്ടമുണ്ടല്ലോ. നമ്മുടെ ഈവൻ മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് സർവീസ്, അതുപോലെ തന്നെ തുണിക്കടകൾ, സ്വർണ്ണക്കടകൾ, ഇവരുടെയൊക്കെ ഉണ്ടല്ലോ നടും പുറത്തടി കെട്ടിയിട്ടുള്ളത്. ഞാനിങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പഠനം നടത്തിയപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവ 3 കൂടിയിട്ടുള്ള ഒരു പുതിയ പ്രണയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു പെൺകുട്ടി കോളേജിലേക്ക് വരുമ്പോൾ വളരെ കാണാൻ നല്ല ചൊവ്വുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു 5-10 പൂവാലന്മാർ കൂടി ഉണ്ടാവും. അങ്ങനെ ഇതിൽ ഒരാളിലേക്കായിട്ട് ഈ പെൺകുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഊർജതന്ത്രം പ്രയോഗിച്ചിട്ട് വേണം അവളേനൊന്ന് വശത്താക്കാൻ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കെമിസ്ട്രിയാണ്, രസതന്ത്രം. അതിൽ പിന്നത്തെ രസതന്ത്രത്തിൻ്റെ ലീലാവിലാസങ്ങളാണ്. അതങ്ങോട്ട് പോയി പിന്നെ ബയോളജിയിലേക്ക് അങ്ങോട്ട് ചേരണം. ബയോളജിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 3 ഡിഗ്രിയും കൂടി വർക്കൗട്ടായി. അതാണ് ഈ പ്രണയം. അങ്ങനെ തേപ്പായി, ഒളിച്ചോട്ടായി, പാലത്തുനിന്ന് ചാട്ടായി. ഇങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ തൃശ്ശൂരുണ്ടല്ലോ വേണ്ട പാലങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല പൂത്ത മനസ്സുണ്ടെങ്കിൽ അവിടേക്ക് വരാം. ഏത് പാലക്കെന്നറിയോ? ചേറ്റുവ പാലം, പുഴയ്ക്ക പാലം, കരുവന്നൂർ പാലം, ഇതൊന്നൊക്കെ ചാടാം. ഇങ്ങനെ എനിക്ക് പറയുമ്പോൾ ആലോചിച്ച് വന്നപ്പം ഞങ്ങളുടെ ഈ ഹമ്പിൾ ആൻഡ് സിമ്പിള് ഈ കല്യാണത്തിലൂടെ വരാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ വലിയ ആൻറ്റി. പേര് ത്രേസ്യ കുട്ടി. അങ്ങനെ ത്രേസ്യ ആൻറ്റി എന്ന് പറഞ്ഞ 5 സഹോദരന്മാർക്ക് ഒരു പെങ്ങളാണ്. നിങ്ങളൊന്ന് കാണണം എൻ്റെ ത്രേസ്യ ആൻറ്റീനെ എന്ന് പറഞ്ഞാൽ ഒത്ത തടി, ഇത്ര അരവര മുടി, നമുക്ക് കണ്ടുണ്ടല്ലോ സുന്ദരി, ഒരു സഹ്യപർവ്വതം ഇങ്ങോട്ട് ഇറങ്ങി വരണ പോലെ തോന്നും. പക്ഷേ വെളുപ്പ് എന്ന് പറയാനുണ്ടല്ലോ, മുന്നിൽ 4 പല്ല് മാത്രമുള്ളൂ. ഈ ആൻറ്റിയുടെ ഈ പൊണ്ണത്തടി ഉണ്ടല്ലോ, പലരും പല കാരണങ്ങളാണ് പറയണത്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം ഈ ഛർദിക്കും പിള്ള വർദ്ധിക്കും. നമ്മുടെ താത്തയ്ക്കൊക്കെ പരിചയം ഉണ്ടാവും. ഛർദിക്കും പിള്ള വർദ്ധിക്കും എന്ന് പറഞ്ഞാല് ഞാൻ ഛർദിക്കാറില്ല. ഇല്ലേ? ഗർഭമുള്ള സമയത്ത് ഈ അമ്മമാർ ഒരുപാട് പിള്ളേർക്ക് ഛർദിക്കുമ്പോ കുട്ടികൾ വണ്ണം വയ്ക്കും. ഇനി രണ്ടാമത്തെ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ സമയത്താണ് ഈ ആന്റീനെ പ്രസവിച്ചത്. തൃശ്ശൂർക്കാർക്കൊരു ചൊല്ലുണ്ട്, അമിട്ടാ പൊട്ട പെണ്ണാ പെറ്റു, അമിട്ടാ പൊട്ടി പെണ്ണാ പെറ്റു, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അന്ന് രാത്രി പ്രസവത്തിന് കൊണ്ടുവന്ന, സർജറിക്ക് വരെ കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഒക്കെ പ്രസവിച്ചിട്ടുണ്ടാവും. ടീം എല്ലാവരുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നിങ്ങൾ പറയണത് സത്യമാണോ എന്ന് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ മതി. ഇനി ഞാനത് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് അന്വേഷിക്കാൻ വരാൻ നിൽക്കണ്ട. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഈ ആൻറ്റീരെ പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് വല്യപ്പച്ചൻ അവിടെ ലാടവൈദ്യന്മാരുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ 1 മാസത്തെ ചികിത്സയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സസൈസ് രാവിലെ തന്നെ 10 തേങ്ങ പൊളിച്ച് ഉടച്ച് ചിരകി അമ്മിമിട്ട് അരയ്ക്കണം, 10 തേങ്ങ. പിന്നെ രണ്ടാമത്തെ ഈ പരുത്തിക്കുരു ഉണ്ടല്ലോ, അത് നല്ലപോലെ ആട്ടണം പശുവിന് കൊടുക്കാനായിട്ട്. പിന്നെ ചാണം വാരണം. ചുരുക്കം പറഞ്ഞാലുണ്ടല്ലോ പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് മടുത്തു. 1 മാസം കൊണ്ടുണ്ടല്ലോ ഈ ഓടയിലിട്ട് വലിച്ച പോലെയായി. പിന്നെ എവിടേക്കാ പോയി എന്നറിയില്ല, 10 കിലോ ഭാഗത്തൂടെ അങ്ങോട്ട് പോയി. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. എന്നേ എൻ്റെ ആൻറ്റി തടി കുറയേണ്ടതായിരുന്നു അറിയോ? ഇത് വീട്ടിൽ നമ്മൾ ആരും ചെയ്യില്ല ഇങ്ങനത്തെ പണിയുള്ളൂ.
അങ്ങനെ ഈ കുറച്ചും കൂടി ഒന്ന് തടി കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ അടുത്ത് ഞങ്ങളുടെ ഈ കരിസ്മാറ്റിക് ബ്രദർ അവിടെ ചെന്നപ്പോൾ ബ്രദർ ആദ്യം തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. സാത്താനേ, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, ദൂരേക്ക് ഓടിപ്പോവുക, ഓടിപ്പോവുക, ഓടിപ്പോവുക എന്ന് പറഞ്ഞത് കേട്ടോടുകൂടി വല്യപ്പച്ചൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പം അച്ഛൻ പറഞ്ഞു, ആ സാത്താനോടല്ല പറഞ്ഞത്, നിന്റെ ശരീരത്തിലുള്ള സാത്താനോടാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് പിന്നെ പറഞ്ഞു, നിങ്ങൾ ഈ കാടി വെള്ളം ഞാൻ തരുന്നത് 450 മില്ലി വീതം 3 നേരം ഭക്ഷണത്തിന് ശേഷം സേവിക്കണം. ഇത് കേട്ടപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞു, എന്താ ഞാൻ വല്ല പശുവോ മറ്റോ ആണോ ഈ കാടി വെള്ളം കുടിക്കാൻ? അപ്പം അങ്ങനെ അച്ഛനായിട്ട് തല്ലുണ്ടാക്കി അങ്ങനെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് അന്നൊരു തീരുമാനം എടുത്തു, ഇതിനെതിരെ എന്തായാലും പ്രതികരിക്കണം. അങ്ങനെ സാധാരണ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും അന്നും ഈ പൊണ്ണത്തടിയന്മാർക്കെതിരെ ഭയങ്കര ഒരു കളിയാക്കല് അവഹേളനങ്ങളൊക്കെ ഉണ്ട്. ഇന്നുണ്ട്, അന്നുണ്ട്. ഒന്ന് ബസ്സിൽ കൈ കാട്ടിയാൽ പറയും, കിളി ഡബിൾ ബെല്ലടിക്കും, നിർത്തണില്ല പോ. ഇനി ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ചാലാ, അല്ല ടോറസിലും കയറി പോക്കോട്ടാ, ഇനിയിപ്പോൾ ഒറ്റയ്ക്കൊന്ന് നടക്കാന്ന് വെച്ചാലാ, ഇന്ന് ആനയും പാപ്പാനും തോട്ടിയൊന്നും ഇല്ലേ, അങ്ങനെ കമൻറ്റ്. അപ്പോൾ ഇതിനെതിരെ എന്തായാലും നമ്മുടെ ടോൾമെൻ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതുപോലെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ പൊണ്ണത്തടിയന്മാരും തടിച്ചുകളിലും കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ബൾക്കീസ് മോട്ടോവാല ഗ്രൂപ്പ്. ഇനി അതിൻ്റെ പ്രസിഡൻറ്റ് ആരാണ്? എൻ്റെ അല്ലേ അമ്മായി തന്നെയാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്. അങ്ങനെ അവരവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആദ്യം തന്നെ പഞ്ചായത്തിലേക്ക് റാലി നടത്തി, പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ, മാർച്ച്, ശയന പ്രദക്ഷിണം വരെ നടത്തി. അന്ന് മന്ത്രി അവർക്ക് 2 കിലോ അരി കൂടുതൽ അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നിങ്ങളൊക്കെ റേഷൻ കാർഡിൽ ഗ്രഹനാഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഞെളിഞ്ഞിരിക്കണില്ലേ, അതൊക്കെ ഞങ്ങളുടെ വല്യാൻറ്റി അന്ന് സമരം എടുത്തിട്ട് നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ്. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടമാറ്റം പോലെയാണ് നമ്മുടെ റേഷൻ കാർഡുകളുടെ നിറം. നീല, മഞ്ഞ, പച്ച, ചുവപ്പ്, വെള്ള, അങ്ങനെയുള്ള നിറങ്ങൾ. ഇങ്ങനെ ഈ ധർണയും സമരമായിട്ട് നടന്നാൽ മതിയാ? വല്യപ്പൻ ചോദിച്ചു മോളോട്, കല്യാണമൊന്നും കഴിക്കണ്ടേ? അങ്ങനെ കല്യാണാലോചനകൾ തുടങ്ങി. 113 ചെക്കന്മാർ കാണാൻ വന്നു, ഒന്നും കൊളത്തിയില്ല. അങ്ങനെ 114ാമത്തെ ചെക്കനാണ് കാണാൻ വന്നത്. വല്യപ്പൻ ചോദിച്ചു, മോളെ, ബ്രോക്കറോട് പറഞ്ഞു, അതെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുന്നിട്ടുള്ളത്, വെറുതെ വന്നിട്ട് കാര്യമില്ല, എൻ്റെ മോളൊരു 4 ശമ്പളം വാങ്ങിക്കുന്നൊരു ടീച്ചറാണ്, അപ്പം അതിന് പറ്റിയ ബന്ധുത നല്ല തറവാടി ചെക്കനെ കൊണ്ടുവരണം. ശരി. പിറ്റേ ദിവസം ചെക്കൻ വന്നു. ഒരു 6 അടി ഉയരം, കട്ടത്താടി, പിന്നെ ജിമ്മംബോഡി, അങ്ങനെ പിന്നെ മഴ പെയ്യണ പോലെ ഇംഗ്ലീഷ് പറയണം, പിന്നെ വെച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത്, പിന്നെ ഭാഗ്യപ്പെട്ട. ഇപ്പം നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞോണം, കണ്ടാൽ അവനൊരു സുന്ദരനെങ്കിലും തലയിൽ ഒരു രോമവും ഇല്ല. തലയിലൊരു രോമം ഇല്ല എന്ന് മാത്രമല്ല, തലയിൽ ആള് താമസവും ഇല്ല. അങ്ങനെ കല്യാണമൊക്കെ ഗംഭീരമായിട്ടൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം അന്നത്തെ മയിൽ വാഹനാണ് ബജാജ് സ്കൂട്ടർ. അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നു. എക്സലേറ്റർ കൊടുത്തോടുകൂടി ടയർ അങ്ങോട്ട് പൊട്ടി, പൊട്ടിയ പോലെ അവിടെ അങ്ങോട്ട് ഒരു ഭയങ്കര സീനായി. പിന്നെ ഈ സൈഡ് ഭാഗമൊക്കെ ഒരഞ്ഞു, അല്ലറ ചില്ലറ പരിക്കുകളൊക്കെ പറ്റി. പിന്നെ ഈ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഈ പവർ പോയിന്റിനൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു. അന്ന് ബിലങ്ങംകുന്നൊക്കെയാണ് ഔട്ട്ഡോർ ഷൂട്ടിങ്. ഈ ഉച്ച നേരത്ത് എന്താണ് കുറുക്കന്മാർ ഒളിയിടുന്ന സ്ഥലമാണ് വിലങ്കുന്ന്. ഇപ്പോഴൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാ. ഇവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്ന് വെച്ചാൽ വയ്യാത്ത പട്ടി കയ്യാല കയറരുതെന്നൊരു ചൊല്ലുണ്ട്. അത് നിങ്ങൾക്കറിയാം എങ്ങനെയാന്ന്. ഇവിടെ വിലങ്ങൻ്റെ മുകളിൽ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയി. അന്ന് ഷോർട്ട് കട്ടുകളൊക്കെയാണ്, ഇന്നത്തെ പോലെ റോഡൊന്നും ഇല്ല. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങലല്ല, ഉരുള് പൊട്ടി വീഴുമ്പോണം അങ്ങോട്ട് താഴത്തേക്ക് വീണു. ഞങ്ങളുടെ പുതിയ പ്ലാനെ ഒന്ന് കാണണം, തൊലി കളഞ്ഞ ബീട്രൂട്ട് പോലെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ തുള്ളലാശാൻ കാണാൻ വന്നു. തുള്ളലാശാൻ ചോദിച്ചു, ത്രേസ്യേ നീ എന്ത് ഇങ്ങനെ ഇവനെ തീയത് ചെയ്യുവാൻ പ്രേരിപ്പിച്ചു? എന്നത് കേട്ടു ത്രേസ്യ പറഞ്ഞു,
എന്നീ തന്ത പറഞ്ഞു ചതിച്ചു, എന്നീ തന്ത പറഞ്ഞു ചതിച്ചു. താങ്ക് യു. കാതറിൻ ടീച്ചർ ഓട്ടംതുള്ളൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓ, മിടുക്കി. ആ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ, നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. രചന, ടീച്ചറുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മുമ്പത്തെ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തുറന്ന് പറയേണ്ടി വരും. കാരണം ടീച്ചറിന് ഇതിനും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എവിടെയോ എന്തോ ഒരു ഫ്ലോ കുറവോ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു സ്ട്രോങ് അല്ലാത്ത ഒരു കുറവോ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി നന്നാവുക, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നാവുക. ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ടീച്ചറുടെ അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാമ്പ് ഇതിൽ ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ തുള്ളൽ അതിപ്പോൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, തുള്ളലിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം അത്തരത്തിലുള്ള നമ്മുടെ മറ്റുള്ള ക്രിയേറ്റീവ് സൈഡും കൂടിയും ഇതിലേക്ക് കുറച്ചും കൂടിയും കൊണ്ടുവന്നൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. താങ്ക് യു. മൈ പ്രേയേഴ്സ്. ടീച്ചറെ, ഈ കലാ പ്രകടനം നടത്തുന്ന ആളുകളിൽ പൊതുവെ പലരും നമ്മൾ സംസാരിക്കും. ചിലപ്പോൾ ഒരു പാട്ട് പാടുന്ന, ചിലപ്പോൾ ഒരു പടം വരയ്ക്കുന്ന ഒക്കെ ആളുകൾ, അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പം അവർ പറയും പാടുമോ ഇല്ല, അങ്ങനെ ഇടയ്ക്ക് ഒരു രസത്തിന് പാടി നോക്കി, അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചെയ്തു നോക്കി എന്ന് പറഞ്ഞ് വരുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്, നമ്മുടെ പരിപാടിയിലുണ്ട്, അല്ലാതെയും കാണാറുണ്ട്. ആ രസത്തിൽ നിന്ന് മാറി പിന്നീട് ഇതൊരു മത്സരമാകുന്നു. ചിലരെ സംബന്ധിച്ച് പിന്നീട് ഇത് ജീവിതോപാധിയായി മാറുന്നു. ഈ രണ്ട് ഘട്ടങ്ങളിലോട്ട് ഇത് മാറുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ രസത്തിൻ്റെ ഒരു പോയിന്റ് നമ്മളും കൂടെ നമുക്കറിയാവുന്ന ചില കഥകളൊക്കെ പറഞ്ഞു. ആ നമുക്കറിയാവുന്ന, നമ്മൾ അനുഭവിച്ച പരിചയമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റി. രണ്ടാമത് പറയേണ്ടി വന്നപ്പോൾ നമ്മളൊരു ഇത്തിരി ഗ്രേവി ചേർത്ത് വെള്ളം ചേർത്ത് പറയേണ്ടി വന്നപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ ലൂസായി. അഞ്ചാമത് പറയേണ്ടി വരുന്നു, 10ാമത് വരുന്നു, 25, 50, 100ാമത്തെ സ്ഥലത്തെത്തുന്നു എന്ന് പറയുന്ന പോയിന്റിലും ആദ്യം പറഞ്ഞതിനേക്കാൾ നല്ലതാകേണ്ട ഉത്തരവാദിത്വം വരും. ഇപ്പൊ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഇങ്ങനെ ഓട്ടം തുള്ളല്, പാട്ട്, രചന, ഇങ്ങനെ പലതരം കലകളിൽ നിന്നിടയിൽ സ്റ്റാൻഡപ്പ് കണ്ടപ്പോൾ അവിടെയും വന്ന് നോക്കാം, വന്ന് നോക്കി, നന്നായി. പക്ഷെ ഇനി ടീച്ചറെ സംബന്ധിച്ച് ബാക്കി എല്ലായിടത്തും ഉള്ള പോലെ ഇതിന്റെ പുറത്തേക്കുള്ള ടീച്ചർ ചെലവാക്കുന്ന സമയം, അധ്വാനമൊക്കെ ഒരു തുള്ളിക്കും കൂടെ കൂട്ടി വെച്ചാൽ ടീച്ചർ ഇതിലും ഗംഭീരമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ ടീച്ചർ ആ രസത്തിന് വേണ്ടി ചെയ്ത ഘട്ടം കഴിഞ്ഞു. ഇനി മത്സരത്തിലേക്ക് ടീച്ചർ ഒന്ന് ഇറങ്ങേണ്ടതുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഗംഭീരമായി. അച്ഛന്റെ കൗണ്ടർ പറഞ്ഞില്ലേ, നല്ല രസമുണ്ടായിരുന്നു. പിശാശേന്ന് ഇറങ്ങി പോകുന്ന താത്താനെ ദൂരെ പോകുന്ന പറഞ്ഞേ, അത് പറഞ്ഞപ്പോ ഒരു സിനിമ സീൻ ഓർമ്മ വന്നായിരുന്നോ? അതല്ല, ഇത് പറഞ്ഞപ്പോ വേറൊരു കഥ എനിക്ക് ഓർമ്മ. അതായത് ഒരു അച്ഛന് ഒരു പൂച്ച ഉണ്ടായിരുന്നു, അച്ഛനെ. അപ്പൊ ഈ പൂച്ചനെ ഭയങ്കര ഇഷ്ടം അച്ഛനെ. പൂച്ചനെ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുന്ന അച്ഛന് ഇഷ്ടമല്ല. അപ്പൊ ഈ കപ്പ്യാർക്ക് ഈ പൂച്ചനെ കണ്ണിന്റെ ഇരുമണിക്ക് കണ്ടുകൂടാ. അപ്പൊ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് ധ്യാനത്തിന് പോവുകയാണ് അച്ഛൻ. അപ്പം അച്ഛൻ ധ്യാനത്തിന് പോയപ്പോൾ പറഞ്ഞ് ഈ പൂച്ചനെ നീ സൂക്ഷിച്ചോളണം, ഇത് നന്നായിട്ട് തീറ്റ കൊടുക്കണം, പാല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. കപ്പ്യാരാണെങ്കിൽ ഈ പൂച്ചേനെ ഇഷ്ടമല്ലല്ലോ. കപ്പ്യാരെന്ത് ചെയ്തു, അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു കോപ്പേനകത്ത് കുറച്ച് പാലെടുത്ത് വെച്ചു. പൂച്ചേനെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ പൂച്ച ഇങ്ങനെ അടുത്ത് വന്നു. അപ്പോൾ ഒരു കുരിശെടുത്തിട്ട് ഈ പൂച്ചയുടെ തലയ്ക്ക് ഒറ്റ കൊട്ട് കൊടുത്തു. അപ്പോൾ പൂച്ച ഓടിക്കളഞ്ഞു. ഇങ്ങനെ 3 നേരവും പാലെടുത്ത് വയ്ക്കും, പൂച്ച വരും, കുരിശെടുത്തടിക്കും, പൂച്ച ഓടും. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പൂച്ച അങ്ങോട്ട് ക്ഷീണിച്ചു, വല്ലാണ്ടായി കഴിയുമ്പോൾ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഇതെന്താടാ ഈ പൂച്ചയ്ക്ക് ഒന്നും കൊടുക്കണല്ലേ? അപ്പോൾ ഈ കപ്പേര് പറഞ്ഞു ഈ പൂച്ചയുടെ മേത്ത് പിശാച് കയറിയൊക്കെ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു പിശാച് കയറേ? ആ അതെ, അച്ഛനൊരു കുരിശെടുത്തൊന്ന് കാണിച്ചു നോക്കിയെന്ന് പറഞ്ഞു. അച്ഛൻ കുരിശെടുത്ത് കാണിച്ചപ്പോൾ പൂച്ച 100 ഓടി. കാരണം പൂച്ചക്കറിയാം അടി വരുമെന്നറിയാം, കുരിശ് കണ്ട അപ്പം അടി വരുമെന്നറിയാം. എന്ന് പറഞ്ഞാൽ ഈ കഥ ആ സമയത്ത് അവിടെ പ്ലേസ് ചെയ്തിട്ടല്ല, നല്ല ഒരു ഇവിടെ കൊടുത്തിട്ടാണ് മുട്ടിച്ചത്. നല്ല കറക്റ്റായിരുന്നത്, നല്ല രസമുണ്ടായിരുന്നു. MGM കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിലെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസുമാണ് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ജോയിൻ ചെയ്തിരുന്നത്. കഴിഞ്ഞ കുറെ എപ്പിസോഡ്സ് ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ടീച്ചർ. ഹായ്. എവിടെയാണ് നിങ്ങളുടെ ആസ്ഥാനം? ഞങ്ങൾ പാമ്പാക്കുട പിറവത്താണ് ഞങ്ങളുടെ കോളേജ്. MGM കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. ഇവിടെ വന്നിരിക്കുന്നത് ബിഫാം ആൻഡ് ഡിഫാം സ്റ്റുഡൻസ് ആണ്. വെരി ഗുഡ്. എങ്ങനെയായിരുന്നു ഇവിടെ വന്ന് ലൈവായിട്ട് ഷോ കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമൃത ടിവിയോടും ഈ ഷോന്റെ സംഘാടകരോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്തായാലും എൻജോയ് ചെയ്തു അല്ലേ?
എൻജോയ് ചെയ്തു. ഗുഡ്. ശരിക്കും ഈ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോളേജസിൽ ഈ പറഞ്ഞ പോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ഫെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? എല്ലാം ഉണ്ട്, Competitions? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഓക്കെ. നടത്താറുണ്ട്. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ഇല്ല, ഇന്റർ ഞങ്ങള് കോളേജ് ഇല്ല. ബാക്കി കോളേജുകളിലേക്ക് മത്സരങ്ങൾക്ക് പോവും അല്ലേ? പോവാറുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ പോകാറുണ്ടോ? ഇവര് ഫസ്റ്റ് ഇയേഴ്സ് ആണ്, ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Thank you. എല്ലാവർക്കും പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നല്ല നല്ല ജോലികൾ കിട്ടട്ടെ. ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്നറിയാനുള്ള സമയമായിരിക്കുന്നു. രമേശ് ഏട്ടാ, നമുക്ക് വല്ല മാർക്സ് അറിയാം? ടീച്ചർക്ക് 50-ൽ 44. 50-44. ടീച്ചർക്ക് എൻ്റെ വകയും 50-44. Yes, and that makes 88 out of 100. 100-ൽ 88 മാർക്സ് ലഭിച്ചിരിക്കുന്നു ടീച്ചർ. Congrats. And ഇനി മീനൂട്ടിയുടെ മാർക്സ്. മീനൂന് 50-45. 45 out of 50. 45. വീണ്ടും 45. അങ്ങനെ 90. 90 out of 100. That means golden entry ലഭിച്ചിരിക്കുന്നു. And ഇന്നത്തെ ബെസ്റ്റ് പെർഫോമൻസ് മീനുപ്രിയ. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ onceUponAtime@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും ഡീറ്റെയിലുകൾ അയക്കുക. Once Upon a Time സീസൺ 4 ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, bye.